വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പോലീസ് ഇന്ന് പ്രതി അഫാന്റെ ഉമ്മ ഷെമീനയുടെ മൊഴി രേഖപ്പെടുത്തും. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷെമീന തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് മൊഴിയെടുക്കാൻ ഡോക്ടർമാർ പോലീസിന് അനുമതി നൽകിയിരിക്കുന്നത്. കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനായി വഴി ഇല്ലാതായതോടുകൂടി കൊലപാതകങ്ങൾ നടത്തേണ്ടി വന്നു എന്നാണ് അഫാൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇത് തന്നെയാണ് കാരണം എന്ന നിഗമനത്തിലാണ് അന്വേഷണവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഫാന്റെ മൊഴിയെ ശരിവെക്കുന്ന വിധത്തിലാണ് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ അത്രയും. അതേസമയം കേരള പോലീസ് ഇതുവരെ കൈകാര്യം ചെയ്ത കൂട്ടക്കൊലപാതക കേസുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തവും അപൂർവവുമാണ് ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊല എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ സാഹചര്യത്തിൽ സംഭവം പ്രത്യേക കേസ് സ്റ്റഡിയായി പോലീസ് പഠിക്കുകയും ചെയ്യും. ഇരകളെയെല്ലാം ഒന്നിച്ചു കൊലപ്പെടുത്തുന്ന രീതിയാണ് ഭൂരിഭാഗം കേസുകളിലുമുള്ളത്. എന്നാൽ വെഞ്ഞാറമൂട് കേസിൽ പ്രതി അഫാൻ ഒരു പകൽ മുഴുവൻ നീണ്ട ആക്രമണ പരമ്പരയിലൂടെയാണ് 3 വീടുകളിലായി 5 പേരെ കൊന്നൊടുക്കിയത്. അതിനായി അയാൾ കിലോമീറ്ററുകൾ താണ്ടി കൊലപാതകങ്ങൾക്ക് ഇടവേളകൾ എടുത്ത് വിശ്രമിച്ചു, മദ്യപിച്ചു. എല്ലാറ്റിനും ശേഷം കുളിച്ചു വസ്ത്രം മാറി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു. ക്രിമിനൽ പശ്ചാത്തലമോ സമൂഹത്തിൽ മുൻപ് പ്രശ്നങ്ങളോ സൃഷ്ടിക്കാത്ത അഫാൻ എങ്ങനെ ഈ രീതിയിൽ പെരുമാറി എന്നതിന് പോലീസിന്റെ പക്കൽ വ്യക്തമായ ഉത്തരം ഒന്നും തന്നെ ഇതുവരെയും ലഭിച്ചിട്ടില്ല. പുതിയ കാലത്തെ ലഹരി മരുന്നുകളുടെ അടിമയാണ് അഫാൻ എന്ന വാദങ്ങൾ ഉണ്ട് എങ്കിലും അത് സ്ഥിരീകരിക്കാനുള്ള തെളിവുകൾ ഒന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടുമില്ല. താൻ വല്ലപ്പോഴും മാത്രം മദ്യപിക്കുന്ന ആളാണ് എന്നാണ് ഇയാൾ പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതിയായ അഫാന്റെ മൊഴിയിലെ നിർണായക വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ബാധ്യതയാണ് എന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴിയിലുള്ളത്. കൊലപാതകങ്ങൾക്ക് ശേഷം വിഷം കഴിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഫാന്റെ മൊഴി ഔദ്യോഗികമായി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതീവ രഹസ്യമായി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത്. ഈ മൊഴിയിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അഫാൻ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. വീട്ടിലെ ചെലവുകൾക്കും മറ്റുമായി ഉമ്മ നിരന്തരം പണം കടം വാങ്ങുമായിരുന്നു എന്നാണ് അഫാൻ പറയുന്നത്. ഏകദേശം 65 ലക്ഷം രൂപയുടെ ബാധ്യതയായി ഇത് മാറിയിരിക്കുന്നു. പ്രധാനമായും 12 പേരിൽ നിന്നാണ് പലപ്പോഴായി പണം കടം വാങ്ങിയിരുന്നത്. ഒരാളിൽ നിന്ന് വാങ്ങിയ കടം വീട്ടിയിരുന്നത് മറ്റൊരാളിൽ നിന്ന് വീണ്ടും കടം വാങ്ങിയിട്ടായിരുന്നു അത്രേ. ഇതായിരുന്നു കടബാധ്യത തീർക്കാൻ ഉപയോഗിച്ച പതിവ് രീതി എന്നാണ് അഫാൻ പറയുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ ആകാത്ത ഒരു സാഹചര്യം ഉണ്ടായി. പണം നൽകിയവർ തിരികെ ചോദിക്കാൻ ആരംഭിച്ചതോടുകൂടി കുടുംബം ആത്മഹത്യ ചെയ്യാം എന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നു. ഉമ്മയ്ക്കും സഹോദരനുമൊപ്പം താനും ജീവൻ എടുക്കാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത്. എന്നാൽ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്ക ഉണ്ടായി. ഇതോടുകൂടിയാണ് എല്ലാവരെയും താൻ തന്നെ കൊല്ലാം എന്ന നിഗമനത്തിലേക്ക് എത്തിയത് എന്നാണ് അഫാൻ പോലീസിനോട് പറയുന്നത്. ഉമ്മയെയും സഹോദരനെയും ഇല്ലാതാക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടത് എന്ന് അഫാന്റെ മൊഴിയിലുണ്ട്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനിടയിലും പിതാവിന്റെ സഹോദരനും ഭാര്യയും മുത്തശ്ശിയും നിരന്തരം തന്റെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടുമായിരുന്നു എന്നാണ് അഫാൻ പറയുന്നത്. കടബാധ്യതകൾ തീർക്കുന്നതിനായി തങ്ങളെ സഹായിക്കാതെ നിരന്തരം ശാസിക്കുകയും കുറ്റപ്പെടുത്തുകയും മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ആ കാരണത്താൽ ഇവരോട് അഫാന് പകയുണ്ടാകുകയായിരുന്നു. ഇതാണ് 3 പേരെയും ഇല്ലാതാക്കാനുള്ള കാരണം ആയത്. ഞാനില്ലെങ്കിൽ അവളും വേണ്ട എന്ന തീരുമാനമാണ് ഫർസാനയെ കൊല്ലുന്നതിലേക്ക് തന്നെ എത്തിച്ചത് എന്നും മൊഴിയിൽ പറയുന്നു. സംഭവ ദിവസം ആദ്യം ആക്രമിച്ചത് ഉമ്മയെയാണെന്നാണ് മൊഴി. രാവിലെ 11 മണിയോടുകൂടി ഉമ്മ ഷെമിയുടെ കഴുത്തിൽ ഷാളു മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ബോധരഹിതയായപ്പോൾ മരിച്ചു എന്ന് കരുതി അവരെ മുറിയിൽ പൂട്ടിയിട്ട് പുറത്തേക്ക് പോകുകയായിരുന്നു. മറ്റുള്ളവരെ കൊലപ്പെടുത്താനുള്ള ആയുധം സംഘടിപ്പിക്കാനായിരുന്നു പിന്നീട് അഫാൻ ശ്രമിച്ചത്. അതിനായി വെഞ്ഞാറമൂട്ടിലുള്ള ധനകാര്യ സ്ഥാപനത്തിൽ എത്തി 1500 രൂപ കടം വാങ്ങി. തുടർന്ന് അവിടെ തന്നെയുള്ള ഒരു കടയിൽ പോയി ഭാരം കൂടിയ ചുറ്റിക വാങ്ങി. മറ്റു കടകളിൽ പോയി ബാഗും എലിവിഷവും വാങ്ങി. ഇതെല്ലാമായി വീട്ടിലെത്തിയപ്പോഴാണ് ഉമ്മ തലയുയർത്തി തന്നെ നോക്കുന്നത് അഫാൻ കാണുന്നത്. ഉടൻ ചുറ്റിക ഉപയോഗിച്ച് ഉമ്മയുടെ തലയ്ക്ക് അടിച്ചു. മരിച്ചു എന്ന ധാരണയിൽ വീടിന് പുറത്തേക്ക് പോയി. പിന്നീട് പാങ്ങോടുള്ള മുത്തശ്ശിയുടെ വീട്ടിലെത്തി. ഇതേ ചുറ്റിക ഉപയോഗിച്ച് അവരെ കൊലപ്പെടുത്തി. ശേഷം മുത്തശ്ശിയുടെ സ്വർണമാല കൈക്കലാക്കി വെഞ്ഞാറമൂട്ടിൽ എത്തി.
ധനകാര്യ സ്ഥാപനത്തിൽ സ്വർണ്ണമാല പണയം വെച്ച് 74,500 രൂപ വാങ്ങി. ഈ പണത്തിൽ നിന്ന് കടം വാങ്ങിയ വ്യക്തിക്ക് ഓൺലൈൻ വഴി 40,000 രൂപ കൈമാറി. അതിനുശേഷം SN പുരത്തെത്തി പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തുക ആയിരുന്നു. തുടർന്ന് വെഞ്ഞാറമൂട്ടിൽ എത്തി ഒരു ബാറിൽ നിന്ന് മദ്യപിച്ചു. ഒരു ബോട്ടിൽ മദ്യം ബാറിൽ നിന്ന് അഫാൻ വാങ്ങുകയും ചെയ്തു. പിന്നീട് കാമുകിയായ ഫർസാനയെ വിളിച്ച് ബൈക്കിൽ ഇരുവരും വീട്ടിലേക്ക് എത്തി. എന്നാൽ ഇതിനു മുൻപ് സഹോദരനായ അഫ്സാൻ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിയ അഫാൻ കുഴിമന്തി വാങ്ങാൻ അഫ്സാനെ വെഞ്ഞാറമൂട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നു. തുടർന്ന് വീട്ടിനുള്ളിൽ വെച്ച് തന്നെ ഫർസാനയെ തലക്കടിച്ച് അഫാൻ കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷമാണ് താൻ വിഷം കഴിച്ചത് എന്നാണ് അഫാൻ പറയുന്നത്. തുടർന്ന് സഹോദരനായ അഫ്സാൻ കുഴിമന്തിയുമായി തിരികെ വീട്ടിലേക്ക് എത്തി. ഇതോടുകൂടി സഹോദരനെയും വകവരുത്തിയ ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തി പ്രതി കീഴടങ്ങുകയായിരുന്നു.